I greet you all in the matchless name of our Lord and Savior Jesus Christ this beautiful morning. ഈ മനോഹരമായ ദിവസം രാവിലെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. I'm thankful to the Lord for keeping us safe and sound, especially during this time. And as we've been praying and moving forward day by day, the Lord is strengthening us, enabling us to move forward. ഈ പ്രത്യേകമായ സമയത്ത് ദൈവം നമ്മെ എല്ലാവരെയും കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന്റെ കൃപയും പരിപാലനവും സ്നേഹവും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം എല്ലാവരും ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദിവസങ്ങളാണ്. ഓരോ ദിവസവും ദൈവം തന്റെ ബലവും ശക്തിയും തന്ന് നമ്മെ ധൈര്യത്തോടും ബലത്തോടും കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓർത്തും ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. There are so many uncertainty that we see as we look towards the future. ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് അനിശ്ചിതത്വങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. There are so many clueless areas on how we will proceed, how we will move forward, how we will make it through, and there are so many questions. നാം ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ജീവിതം ഇനി മുന്നോട്ട് പോകുവാൻ പോകുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചൊന്നും വ്യക്തമായ ധാരണയില്ലാത്തത് കൊണ്ട് അനിശ്ചിതത്വത്തിന്റെ മധ്യത്തിൽ ഒരുപാട് ചോദ്യങ്ങളോട് കൂടെയാണ് ഭാവിയെ നാം തുറച്ചു നോക്കുന്നത്. And we know slowly Long Island is also opening up into different phases. Last week Wednesday we opened up to phase 3. കഴിഞ്ഞ ബുധനാഴ്ച ലോങ് ഐലൻഡും ഫേസ് 3ലേക്ക് പ്രവേശിക്കുവാനിടയായി നമ്മുടെ അടഞ്ഞു കിടക്കുന്ന പല സംവിധാനങ്ങളും ഒക്കെ തുറന്ന് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. And then again we are looking towards the phase 4, which is again uncertain and we do not know how things will come by. ചില ദിവസങ്ങൾക്കുള്ളിൽ നാലാമത്തെ ഫേസും ആരംഭിക്കുവാൻ പോകുകയാണ്. എന്തൊക്കെയാണ് ഇനി സംഭവിക്കുവാൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയില്ല. അനിശ്ചിതത്വങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. This morning time I want to remind you that each one of you as a child of God has been instated as a leader by the Almighty Father. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും ഈ പ്രത്യേകമായ സമയത്തും നമ്മുടെ സമൂഹത്തിൽ നേതാക്കന്മാരായി നയിക്കുന്നവരായി നിയോഗിച്ചിരിക്കുകയാണ് എന്ന വസ്തുത ദൈവമക്കളെ ഓർപ്പിക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട്. There is no exception to the fact that whatever age you might be, either God is mentoring you to come to the position of leadership or you are going to be a leader very soon. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രായം എത്ര തന്നെയാണെങ്കിലും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി കർത്താവിന്റെ പ്രവർത്തികൾക്ക് വേണ്ടി നേതൃത്വം വഹിക്കേണ്ടതിന് ദൈവം ഒന്നുകിൽ നിങ്ങളെ മെന്റർ ചെയ്ത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി ആ നിയോഗം നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കും എന്ന് നിങ്ങൾ അറിയണം. Always uncertain time will determine how a leader will move forward. അനിശ്ചിതത്വത്തിന്റെ മധ്യത്തിലാണ് ഒരു നേതാവ് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. I've been praying and seeking the Lord to speak what to speak, and I was asking Lord, what should I speak? And he wanted me to speak through a portion from the book of Deuteronomy, and as we enter the book of Joshua. കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് സംസാരിക്കേണ്ടത് ഏത് ദൈവവചന ഭാഗമാണെന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവം ആവർത്തന പുസ്തകത്തിൽ നിന്നും യോശുവയുടെ പുസ്തകത്തിൽ നിന്നും ഒരു ചിന്ത എന്റെ ഹൃദയത്തിൽ തരുവാനിടയായി. ആ സന്ദേശമാണ് ഇന്ന് രാവിലെ ദൈവത്തിന്റെ ജനം അനിശ്ചിതത്വത്തിന്റെ മധ്യത്തിൽ നേതൃത്വം നൽകി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ച് സംസാരിക്കുവാനായി പ്രകാശനം തന്നിരിക്കുന്നത്. The topic that I have taken is that it is not pointless. ഇന്ന് രാവിലെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സന്ദേശത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് നാം ചെയ്യുന്ന കാര്യങ്ങൾ വൃഥാവല്ല എന്നതാണ്. It is a phrase that Moses had used in the book of Deuteronomy, chapter 32, verse number 47. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 47-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ദാസനായ മോശ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് ഞാൻ ഈ ടൈറ്റിലായി ഉപയോഗിക്കുന്നത്. For it is not a futile thing for you, which also translates that it is not pointless for you. 47-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇത് നിങ്ങൾക്ക് വ്യർത്ഥ കാര്യമല്ല. Many times when we are going through different phases of life, we come to a scenario, a situation where we feel it's pointless. ജീവിതത്തിൽ പല സാഹചര്യങ്ങളുടെ കടന്നു പോകുമ്പോൾ ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല, സകലം വ്യർത്ഥമാണ് എന്ന് പറയുന്ന ചില സാഹചര്യത്തിലേക്ക് ജീവിതത്തിന്റെ അവസ്ഥകളിലേക്ക് നമ്മൾ വന്നു ചേരാറുണ്ട്. When we are looking at uncertainty, we looking at mountains, we looking at challenges, it seems sometimes pointless. അനിശ്ചിതത്വത്തിലേക്ക് തുറച്ചു നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ
വലിയ പർവ്വത സമാനമായ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ, വെല്ലുവിളികൾ നിൽക്കുമ്പോൾ നാമും വിളിച്ചു പറയാറുണ്ട്, ഒരു ഗുണമില്ല, എല്ലാം വ്യർത്ഥമാണ്. When we are surrounded from the front, from the back, from the left and the side, we know we are surrounded. We feel we are it's pointless. ശത്രു നമ്മുടെ പിന്നാലെ വരുന്നു, മുൻപിൽ നമുക്ക് എതിരെ നിൽക്കുന്നു, രണ്ടു വശത്തും ശത്രു അതിശക്തമായ മതിൽക്കോട്ടകൾ തീർക്കുമ്പോൾ നാമും പറയാറുണ്ട്, ഒരു ഗുണവുമില്ല, ഒരു പ്രയോജനവുമില്ല. When the burden of responsibilities and expectation fall on our life, we feel crushed and we feel it's pointless. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വന്നു വീഴുമ്പോൾ, ഒരുപാട് ഭാരങ്ങൾ വഹിക്കേണ്ടി വരുമ്പോൾ നാമും പറയാറുണ്ട്, ഒരു രക്ഷയുമില്ല, നാം ആകെ തകർന്നു വീഴുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. When you are graduating from one class to the other, or you're going into college, you're looking at all these majors, and the expectation and the pressure of exams all make us down, and we feel sometimes it's pointless. ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾ ജയിച്ചു കയറുമ്പോൾ, കോളേജിലേക്ക് പോകുമ്പോൾ, സ്ഥാപനങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ മേലുള്ള ഉത്തരവാദിത്തങ്ങൾ, നിങ്ങൾക്ക് ചെയ്യേണ്ട ക്ലാസ്സുകളുടെ ഭാരങ്ങൾ, മറ്റുള്ളവരുടെ പ്രതീക്ഷകളൊക്കെ നിങ്ങളുടെ മേൽ വരുമ്പോൾ പലപ്പോഴും അതൊക്കെ നിങ്ങളെ ബലഹീനരാക്കാറുണ്ട്, തകർത്തെറിയാറുണ്ട്. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല, ഒരു രക്ഷയുമില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. When you read the verse number 44, right before this phrase, Moses was coming down with Joshua. നാം വേദഭാഗം വായിച്ചതിന്റെ തൊട്ടു മുകളിൽ 44 വാക്യം വായിക്കുമ്പോൾ, ദൈവത്തിന്റെ ദാസനായ മോശ യോശുവയുമായി പർവ്വതത്തിന് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരികയാണ്. And the Lord took my attention on the life of Joshua as he is going to something very big, phase of leadership. തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് താൻ പ്രവേശിക്കുവാനായി പോകുകയാണ്. നേതൃത്വം ഏറ്റെടുക്കുവാനായി പോകുന്ന ഒരു പ്രത്യേക സമയത്തിൽ ദൈവം തന്നിലേക്ക് ഒരു പ്രത്യേക നിയോഗം നൽകുവാൻ പോകുന്നു. We have heard so much about Joshua. We know so much about Joshua. We have read he was a great leader. He was awesome. He was very magnificent. He did things great. യോശുവയെ കുറിച്ച് നാം ഒരുപാട് വായിച്ചിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടി അതിശക്തമായി പ്രവർത്തിക്കുവാൻ ദൈവം അഭിഷേകം ചെയ്ത, നിയോഗം നൽകിയ, അനുഗ്രഹിക്കപ്പെട്ട ഒരു നേതാവാണ് യോശുവ എന്ന് നമുക്കറിയാം. Joshua relates to the name of Jesus Christ, and even the definition of his name relates a lot with the Lord. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പേരുമായി വളരെയധികം ബന്ധവും സാമ്യവുമുള്ള പേരാണ് യോശുവ എന്ന പദം. The literal meaning of his name is Jehovah saved. യോശുവ എന്ന് പറയുന്ന വാക്കിന്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത് യഹോവ രക്ഷിക്കുന്നു എന്നാണ്. Even when you read through the background of his name, Moses did make an attempt to change his name. യോശുവയുടെ പേരിനെ കുറിച്ച് നാം മനസ്സിലാക്കുവാൻ, അതിന്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ ആ പേര് മാറ്റുവാൻ യോശുവ ഒന്ന് ശ്രമിച്ചതായി കാണുന്നുണ്ട്. When you read the book of Numbers chapter 13 verse 16, you see Moses names him Joshua from Oshua. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ദാസനായ മോശ യോശുവയുടെ പേര് യഹോശുവ എന്ന് പറഞ്ഞു മാറ്റുന്നതായി കാണുന്നു. Leadership will make you go through a change of name which will relate with you inside of you. ജീവിതത്തിൽ നിങ്ങൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, നേതൃത്വം നിങ്ങൾക്ക് പലപ്പോഴും പേരുകൾ മാറ്റിത്തരുന്നതിന്റെ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നതിന്റെ കാരണം ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നിങ്ങളെ ബന്ധപ്പെടുത്തിയെടുക്കാൻ നിങ്ങളുടെ പേരുകളെ മാറ്റുവാൻ നേതൃത്വം ശ്രമിച്ചെന്ന് വന്നേക്കാം. If you look at the background of when Joshua was born, he was really born as a slave. His father was a slave. His grandfather was a slave. യോശുവ ജനിക്കുന്ന ചരിത്രം നാം മനസ്സിലാക്കിയാൽ യോശുവ ഒരു അടിമയായിരുന്നു. യോശുവയുടെ പിതാവും പിതാമഹനും അടിമകളായിരുന്നു എന്ന് നാം അറിയുന്നു. Multiple times the Bible refers to him as son of Nun or son of Nun. പല സമയത്തും യോശുവയുടെ പിതാവിനെ കുറിച്ച് കൂടെ ചേർത്ത് യോശുവയെ പരാമർശിക്കുന്നുണ്ട്, നൂന്റെ മകനായ യോശുവ എന്ന്. When I read it quickly, it seems like he's son of nobody. പക്ഷെ നമ്മൾ വേദപുസ്തകത്തിൽ നാം അദ്ദേഹത്തെ കുറിച്ച് വായിച്ചു വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു, യോശുവ വേണ്ടത്ര വിലയുള്ള ഒരാളുടെ വ്യക്തിയായിരുന്നില്ല. I want to remind you that out of nothing, out of nobody, God will make something out of you. ഒരുപക്ഷെ വളരെ ശൂന്യമായ ആരംഭത്തിൽ നിന്നാണ് നിങ്ങളുടെ വളർച്ചയെങ്കിലും ഓർത്തിരിക്കുക, ഒന്നുമില്ലെന്നും ശൂന്യമെന്നും പറയുന്നതിൽ നിന്ന് ശ്രേഷ്ഠനായ ഒരുവനെ വാർത്തെടുക്കുവാൻ ദൈവത്തിന് കഴിയും. The real leadership on Joshua comes at the age of 85. ശരി വച്ചു പറഞ്ഞാൽ യോശുവയുടെ മേൽ നേതൃത്വത്തിന്റെ
ഭാരം വീഴുവാനിടയായത് തനിക്ക് 85 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. Which means if you think that you are 85, God is looking you as a leader. 85 വയസ്സ് പ്രായമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തിരിച്ചറിയണം, നിങ്ങളെ ദൈവം ഒരു നായകനാക്കി വെക്കുവാൻ ആഗ്രഹിക്കുന്നു. And for the next 25 years he leads Israel into great victories and into the land of Canaan. അടുത്ത 25 വർഷങ്ങൾ ഇസ്രായേൽ ജനത്തെ കനാൻ നാട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്നത് വരെ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുന്നത് വേദപുസ്തകം ഓർപ്പിക്കുന്നുണ്ട്. Joshua's life inspires of 5 different qualities which made him very different from somebody else. യോശുവയുടെ ജീവിതത്തിൽ 5 പ്രധാനപ്പെട്ട പ്രത്യേകതകൾ കാണുവാൻ കഴിയുന്നു. മറ്റുള്ളവരിൽ തന്നെ വ്യത്യസ്തനാക്കിയത് തന്റെ പ്രത്യേകതകളാണ്. Number 1 is obedience to God unconditionally. ഒന്നാമത്തെ തന്റെ പ്രത്യേകത യാതൊരു കണ്ടീഷനും ഇല്ലാതെ ദൈവത്തെ അനുസരിക്കുവാനുള്ള യോശുവയുടെ താല്പര്യമാണ്. Number 2, being faithful unconditionally. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് വിശ്വസ്തനായിരിക്കുക എന്നതാണ് യോശുവയുടെ രണ്ടാമത്തെ പ്രത്യേകത. He is a man who displayed courage as the third point. മൂന്നാമത്തെ പ്രത്യേകത ദൈവത്തിന് വേണ്ടി ധീരതയോടെ നിൽക്കുവാൻ തയ്യാറായവനാണ് യോശുവ. Number 4, he was very dedicated to the call that God had given him. യോശുവയുടെ നാലാമത്തെ പ്രത്യേകത ദൈവം തന്നെ ഏൽപ്പിച്ച ജോലിയിൽ, ദൈവം വിളിച്ച വിളിയിൽ വളരെയധികം ഡെഡിക്കേറ്റഡ് സമർപ്പിക്കപ്പെട്ടവനാണ് യോശുവ. And finally you will read that he is a man who used to believe in a positive yes when many people said no. അഞ്ചാമത്തെ പ്രത്യേകത തന്റെ കൂടെയുള്ള ആളുകൾ മുഴുവൻ സാധ്യമല്ലെന്നും നടക്കില്ലെന്നും പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സംഭവിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞ വ്യക്തിയാണ് യോശുവ. If you want to be a leader, you have to be very disciplined, and as well as your life has to be of quality rather than quantity. നിങ്ങളൊരു നായകനായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും വലിയ പ്രത്യേകത സമർപ്പിക്കപ്പെട്ടവനും ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരുമാകണം. എപ്പോഴും ക്വാളിറ്റിക്ക് വേണ്ടി നിൽക്കണം, ക്വാണ്ടിറ്റിക്ക് വേണ്ടിയല്ല. No two different leaders will have the same calling as you see from the life of Moses and Joshua. മോശയുടെയും യോശുവയുടെയും ജീവിതം നാം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, 2 നായകന്മാർക്ക് ഒരേ തരത്തിലുള്ള വിളി ഉണ്ടാകയില്ല എന്നാണ്. Moses was called to bring the people out of Egypt. മോശയെ ദൈവം വിളിച്ചത് ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുവാനാണ്. But Joshua was called to take in the people into the land of Canaan. പക്ഷേ യോശുവയെ ദൈവം വിളിച്ചത് മോശ വിളിച്ചുകൊണ്ടുവന്ന ജനത്തെ കനാൻ നാട്ടിലേക്ക് പ്രവേശിപ്പിക്കുവാനാണ്. Joshua had an experience of salvation through his life. യോശുവയുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച രക്ഷയുടെ അനുഭവം തനിക്കുണ്ടായിരുന്നു. As a slave he got free from slavery and then he became a mighty conqueror in the Lord. ഒരടിമ എന്ന നിലയ്ക്ക് അടിമത്തത്തിൽ നിന്ന് ദൈവത്താൽ അവൻ രക്ഷിക്കപ്പെടുകയും ദൈവത്തിന് വേണ്ടി അനേക വിജയങ്ങൾ നേടുന്ന ഒരു നായകനായി തീരുകയും ചെയ്തു. In the same way you may be experiencing a life of slavery, in sometimes in sin, in sometimes different things, in different habits, but I want you to know, as you free from slavery you will become much more than a conqueror in Jesus Christ. ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിലും പാപത്തിന് അടിമയാകാം നിങ്ങൾ, ജീവിതത്തിലെ പല സ്വഭാവങ്ങളുടെയും അടിമയാകാം നിങ്ങൾ. പക്ഷെ ഒരു കാര്യം അറിയുക, ദൈവത്തിന് നിങ്ങളെ സ്വതന്ത്രമാക്കും, ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കുവാനും വിമുക്തമാക്കുവാനും ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാനും കഴിയുമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. Through this transition of one book to the other book, the Lord was teaching me something very peculiar. ആവർത്തന പുസ്തകത്തിൽ നിന്ന് യോശുവയുടെ പുസ്തകത്തിലേക്ക് പതുവെ നമ്മൾ യാത്ര ചെയ്തു വരുമ്പോൾ ആ ട്രാൻസിഷനിൽ നിന്ന് ദൈവം ചില കാര്യങ്ങൾ എന്നോട് സംസാരിക്കുവാനിടയായി. When you read the book of Deuteronomy chapter 34 and the last 3 verses, ആവർത്തന പുസ്തകം 34 അധ്യായം അതിന്റെ ഒടുവിലത്തെ 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ, since then there has not risen in Israel a prophet like Moses, whom the Lord knew face to face in all the signs and wonders which the Lord sent him to do in the land of Egypt, before Pharaoh, before all his servants, and in all his land, and by that mighty power and all that terror great which Moses performed in the sight of all Israel. എന്നാൽ മിസ്രയീം ദേശത്തെ ഫറവോനോടും അവന്റെ സകല ഭൃത്യന്മാരോടും അവന്റെ സർവ്വദേശത്തോടും ചെയ്യുവാൻ യഹോവ മോശയെ നിയോഗിച്ചയച്ച സകല അത്ഭുതങ്ങളും ഭുജവീര്യവും എല്ലാ ഇസ്രായേലും കാണെ മോശ പ്രവർത്തിച്ച ഭയങ്കര കാര്യമൊക്കെയും വിചാരിച്ചാൽ യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. If you place yourself in the shoes in the shoes of Joshua at this point, you will see
that sometimes these big challenges that are coming in the front, in the new book, it is something that you would not like at all. ഈ വേദപുസ്തകത്തിന്റെ വാക്യങ്ങൾ വായിച്ചതിനു ശേഷം നിങ്ങളെ തന്നെ നിങ്ങൾ ഈ ഒരു പശ്ചാത്തലത്തിൽ കാണുവാൻ ശ്രമിച്ചാൽ യോശുവ മോശയുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത് ആ ഒരു അവസ്ഥയിലാണ്. തന്റെ മുമ്പിൽ വരുവാൻ പോകുന്ന വലിയ വെല്ലുവിളികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും അത് സാധിക്കുമോ എന്നൊരു വലിയ ഭയം യോശുവയുടെ അകത്തുണ്ടാകണം. With Moses being climbing on the mountain, when God spoke to him that this is it, your life is over and you're going to die here, and this man, he climbs up on the mountain, he tells goodbye to everyone, and Joshua, who was his assistant, did not know how he's going to move into the next book. ദൈവം മോശയോട് പറഞ്ഞു, പർവ്വതത്തിന് മുകളിലേക്ക് കയറി വരിക. പിന്നീട് അവിടെ വെച്ച് സകല ജനത്തോടും യാത്ര വഴി ചോദിക്കുന്ന മോശ അവിടെ കൊണ്ട് അവസാനിച്ചു പോകുകയാണ്. ഇപ്പോൾ യോശുവ താഴ്വാരത്തിൽ ഒറ്റയ്ക്കാണ്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും ബോധ്യവും യോശുവയ്ക്കില്ല. Listen, if the first 5 books were written by Moses, ആദ്യത്തെ 5 വേദപുസ്തകത്തിലെ പുസ്തകങ്ങൾ മോശയാണ് എഴുതിയതെങ്കിൽ the 6th book will be written by Joshua. 6ാമത്തെ പുസ്തകം എഴുതുവാൻ പോകുന്നത് യോശുവയാണ്. And that's why he felt pointless, because he did not know how he, compared to Moses, is going to last through this all the craziness. അത് തന്നെയാണ് യോശുവയെ അലട്ടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. തനിക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യുവാൻ കഴിയും എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ഉറപ്പും ധൈര്യവും യോശുവയ്ക്കില്ലെന്ന് നാം മനസ്സിലാക്കണം. He felt pointless because of 3 things which I'm going to talk today morning. യോശുവയുടെ ജീവിതത്തിൽ ഒന്നും നടക്കില്ല, വ്യർത്ഥമാണെന്നൊക്കെ ചിന്തിക്കുവാൻ കാരണമായി തീർന്ന 3 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. അതാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. And this morning I'm talking to somebody who is looking at the future, not knowing how to handle it, how you will last, and you feel the pressure and you are being crushed this morning. ജീവിതത്തിൽ ഭാവിയെ നോക്കി എങ്ങനെ ഞാൻ കൈകാര്യം ചെയ്യുമെന്നും എങ്ങനെ ഞാൻ ജയിക്കുമെന്നും എന്തൊക്കെ എനിക്ക് ചെയ്യുവാൻ കഴിയുമെന്നതിനെ കുറിച്ച് ഭയപ്പെടുകയും ഭാരപ്പെടുകയും തകർന്നു വീഴുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങളോട് ദൈവത്തിന്റെ വചനത്തിന് സംസാരിപ്പാനുണ്ട്. When Joshua compared his life with Moses, he felt that he was pointless in going forward because number 1 is the big expectation. യോശുവ മോശയുമായി തന്നെ താരതമ്യം ചെയ്യുമ്പോൾ ഇനിയുള്ള ഭാവിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് ഭാരപ്പെടുവാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്റെ മുമ്പിൽ ആടുകൾക്ക് തന്നെ കുറിച്ചുള്ള വലിയ പ്രതീക്ഷയാണ് ഒന്നാമത്തെ കാരണം. Has it happened to you that people have expected out of you? നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നതിന്റെ ഭാരം നിങ്ങൾ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? Has it happened to you that there is a great expectation that is killing you, that is crushing you down? ആടുകൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വലിയ പ്രതീക്ഷകൾക്കൊത്ത് ഉയരുവാൻ കഴിയാത്തത് കൊണ്ട് പലപ്പോഴും തകർന്നു വീഴുകയും മനസ്സ് ചഞ്ചലിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? Has it happened to you because of great expectation you are not able to sleep in the night? രാത്രിയിൽ പലപ്പോഴും ഉറങ്ങാൻ കഴിയാത്ത വിധത്തിൽ പലരുടെയും പ്രതീക്ഷകളുടെ ഭാരം ചുമക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? Remember, Joshua is coming into the leadership position after Moses. മോശയ്ക്ക് ശേഷം നേതൃത്വത്തിലേക്ക് വരുന്ന ദൈവത്തിന്റെ അഭിഷിക്തനാണ് യോശുവ എന്ന് നാം അറിയണം. And he is looking at this big group of people that he has to lead. താൻ നയിക്കാൻ പോകുന്ന ഈ വലിയ ജനതയെ കുറിച്ച് യോശുവയ്ക്ക് നല്ല ബോധ്യമുണ്ട്. It's not 10, it's not 100, it's not 500. We are talking about hundreds of thousands of people. 100 പേരോ 200 പേരോ 1000 പേരോ അല്ല, ലക്ഷക്കണക്കിന് ആളുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. The book of Numbers, the first census, when they took 600,000 men under the age of 20 were chosen for military action. ആദ്യമായി അവർ ജനത്തെ എണ്ണി സൈന്യ സമൂഹത്തിൽ സൈന്യ സേവനം ചെയ്യുവാൻ ഇസ്രായേലിൽ എണ്ണുന്ന ഒന്നാമത്തെ പ്രാവശ്യം 20 വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണം തന്നെ ഏതാണ്ട് 6 ലക്ഷത്തിലധികമായിരുന്നു. Historians say Moses led out of Egypt people almost close to 2 million people. ഇപ്പോൾ യോശുവ നയിക്കുവാൻ പോകുന്ന ആടുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏതാണ്ട് 20 ലക്ഷം ആടുകളോട് അടുത്ത് വന്നിട്ടുണ്ട്. Innumerable people in front of him. സത്യം പറഞ്ഞാൽ തന്റെ മുമ്പിൽ എണ്ണുവാൻ കഴിയാത്തത്ര ജനസമൂഹം നിരന്നു നിൽക്കുകയാണ്. He doesn't know how to handle it. എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണമെന്ന് യോശുവയ്ക്ക് അറിയില്ല. You know, if you have to do a big conference, how much of planning, how much of preparation is needed? ഒരു വലിയ യോഗം നടത്തണമെങ്കിൽ അതിനു മുമ്പ് എന്തെല്ലാം പ്ലാനിംഗ് നടത്തണം, എന്തെല്ലാം ക്രമീകരണങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ച് നമുക്കറിയാം.
അറിയാമല്ലോ. You know the situation about water, food, what about sanitation? ആഹാരം, ജലം, മറ്റത് ശുദ്ധമായ ക്രമീകരണങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്. And you can do the American food for a couple of days, but what happens if it is consistent? You will be tired of the old food. You want something new now. ഇപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ഒരു യോഗം നടക്കുമ്പോൾ ഒരേ ആഹാരം പല ദിവസങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ അതിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് അത് മടുക്കുകയും പുതിയ ആഹാരം വേണമെന്ന് വാശി പിടിക്കുകയും ചെയ്യും. അതിനുവേണ്ടി ഓടേണ്ട സാഹചര്യമൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ടല്ലോ. Joshua started remembering the complaints from the people, grumbling from the people, some people refusing to listen. മോശ നയിച്ചു കൊണ്ടുവരുന്ന ജനസമൂഹം പല സമയത്തും ആഹാരത്തെ കുറിച്ച് പരാതി പറഞ്ഞത്, മോശയുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകാതിരുന്നത്, ഇതൊക്കെ യോശുവ കണ്ടിട്ടുണ്ട്, യോശുവ കേട്ടിട്ടുണ്ട്. Joshua is thinking, how I'm going to train these people into military action where there are going to be so many enemies that are coming down. ഞങ്ങൾക്കെതിരെ വരുന്ന വലിയ ശത്രുവിനോട് എതിരിടുവാൻ ഇക്കണ്ട ജനത്തെ എങ്ങനെ പരിശീലിപ്പിക്കണമെന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ച് യോശുവ വ്യാകുലനാകുകയാണ്. Now you have disputes among people which you have to resolve. You have to settle it down. How are you going to do that? അത് മാത്രമല്ല, ഈ വലിയ ജനസമൂഹത്തിന്റെ മധ്യത്തിൽ പല ആളുകളും പരസ്പരം മത്സരിക്കുകയും ശണ്ടയിടുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെ ഇത് പരിഹരിക്കണമെന്നതിനെ കുറിച്ച് യോശുവയ്ക്ക് നല്ല ബോധ്യമില്ല. Many times the people do not have courage, do not have faith to move forward. How are you going to push these people to move forward? പല സമയത്തും ആളുകൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നായക പദവിയിൽ ഇരിക്കുന്നവർ ഭാരപ്പെടുന്നതും പ്രയാസപ്പെടുന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. Sometimes they have downgraded them so morally, sometimes worshipping golden calf, and he has seen the time that Moses has struggled with these people. ഈ ജനത്തെ നയിച്ചു കൊണ്ടുവരുമ്പോൾ മോശ നോക്കിക്കൊണ്ട് നിൽക്കെ തന്നെ സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിച്ചതും ധാർമ്മികമായി പരാജയപ്പെട്ടു പോയതും ഒരുപാട് അന്യായ കാര്യങ്ങളിലേക്ക് ജനം ഇറങ്ങിച്ചെന്ന കാര്യങ്ങളും യോശുവയ്ക്ക് നല്ലതുപോലെ അറിയാം. He remembers how much traveling they have done on foot, and in the harsh weather condition they had to move forward. അവർ യാത്ര ചെയ്തു പോന്ന ആ യാത്രയുടെ കഷ്ടതയെ കുറിച്ച് യോശുവയ്ക്ക് നല്ല ബോധ്യമുണ്ട്. അവരുടെ കാലുകൾ മണലാരണ്യത്തിലൂടെ നടന്നു പോകുന്നതും വലിയ കഷ്ടങ്ങൾ അനുഭവിച്ചതും യോശുവയ്ക്ക് അറിയാം. He knows that Moses as a spokesperson, how he had to deal with Pharaoh, and that expectation was killing him. മോശയെ സംബന്ധിച്ച് ഫറവോന്റെ മുമ്പിൽ ദൈവത്തിന് വേണ്ടി സംസാരിക്കുവാൻ നിന്ന മോശയെ കുറിച്ച് യോശുവയ്ക്ക് നല്ല ബോധ്യമുണ്ട്. ഈ ചിന്തകളൊക്കെ തന്നെ ആകെ തകർക്കുകയാണ്. He remembers how God was angry with people multiple times and sending snakes and sinkholes and the fire and the plague that killed multiple people. He knew he was playing with fire. പല സമയത്തും യോശുവ മോശ നയിച്ചു കൊണ്ടുവന്ന ജനം ദൈവത്തോട് മത്സരിക്കുന്ന സമയത്ത് ദൈവം അവരെ ശാസിക്കുകയും ദൈവം അവരെ ശിക്ഷിക്കുകയും വ്യത്യസ്ത തരത്തിലുള്ള ശിക്ഷാ നടപടികളിലൂടെ ജനത്തെ കടത്തിവിട്ടതും യോശുവയ്ക്ക് നല്ല ബോധ്യമുണ്ട്. ഇതൊക്കെ കണ്ട് യോശുവ വല്ലാതെ പകച്ചു നിൽക്കുകയാണ്. The expectation was pulling him down. സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ തന്നെ കുറിച്ചുള്ള വലിയ പ്രതീക്ഷകൾ യോശുവയെ വല്ലാതെ തകർത്തുകൊണ്ടിരിക്കുന്നു. The expectation was crushing him inside. തന്നെ ആകെ ഹൃദയത്തിനകത്ത് ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. And he didn't know how we going to move forward. എങ്ങനെ ഇനി മുന്നോട്ട് പോകുവാൻ കഴിയും എന്നതിനെ കുറിച്ച് വ്യാകുലപ്പെടുന്ന ഒരു യോശുവ. He felt pointless to lead the people. സത്യം പറഞ്ഞ ജനത്തെ നയിക്കുന്നത് വ്യർത്ഥമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം. Number 2, when he compared with Moses, he find that this is pointless because he never had a direct personal encounter with God. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, യോശുവ ജനത്തെ നയിച്ചു കൊണ്ടുവന്നതുപോലെ നയിച്ചു കൊണ്ടുപോകുന്നത് മാത്രമല്ല, ദൈവവുമായിട്ട് തനിക്ക് വ്യക്തിപരമായ ഒരു ഏറ്റുമുട്ടൽ, ഒരു കണ്ടുമുട്ടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. He knows Moses was able to lead because he used to talk face to face with God. ജനത്തെ നയിച്ചു കൊണ്ടുപോകുവാൻ മോശയ്ക്ക് സാധിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം യോശുവ ചിന്തിക്കുന്നത് യഹോവയായ ദൈവവുമായി മോശയ്ക്ക് നേരിട്ടൊരു കണ്ടുമുട്ടൽ ഉണ്ടായിരുന്നു. He knows that Moses had an encounter because he was his assistant, and Moses had told him, hey, one day through the bush and that the fire God spoke to me. യഹോവയായ ദൈവം എന്നോട് സംസാരിച്ചു, കത്തിത്തീരാത്ത മുൾപ്പടൽ നിന്ന് ദൈവം എന്നെ നിയോഗിച്ചു എന്ന തന്റെ സാക്ഷ്യം യോശുവയോട് പല പ്രാവശ്യം ഒരുപക്ഷെ മോശ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം. The personal encounter is very personal. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തിരിച്ചറിയുക, ദൈവമായിട്ടുള്ള ആ കണ്ടുമുട്ടൽ വളരെ വ്യക്തിപരമായ ഒന്നാണ്. It is very special for somebody to have a personal encounter with God. ദൈവമായിട്ട് വ്യക്തിപരമായ ഒരു കണ്ടുമുട്ടൽ ഉണ്ടാകേണ്ടത് വളരെ വ്യക്തിപരമായ
വ്യക്തിപരമായ ഒരു കാര്യമാണ്. The one who has a personal encounter with God will never quit on faith. വ്യക്തിപരമായ ദൈവവുമായിട്ടൊരു കണ്ടുമുട്ടൽ അനുഭവിച്ചിട്ടുള്ള വ്യക്തി ഒരിക്കലും വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുകയില്ല. Never he can say no to the Lord. ദൈവത്തോട് ഒരിക്കലും നോ എന്ന് പറയാൻ അദ്ദേഹം തയ്യാറാകില്ല. And never he can compromise with the situation. സാഹചര്യങ്ങളുമായി അനുരഞ്ജനത്തിൽ ഏർപ്പെടുവാൻ അങ്ങനെയുള്ളവർ തയ്യാറാകില്ല. I want you to know that God speaks through the ordinary situation. ഇന്ന് രാവിലെ നിങ്ങൾ അറിയുക, വളരെ സാധാരണമായ സാഹചര്യത്തിലൂടെ നമ്മോട് സംസാരിക്കുവാൻ ദൈവത്തിന് കഴിയും. When you read the book of Exodus chapter 3 verse 1, which references to this fire that was on the bush and God was speaking, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ കാണുന്ന വലിയ തീയും അതിൽ നിന്ന് ദൈവം മോശയോട് സംസാരിക്കുകയും ചെയ്യുന്ന ചരിത്രം. one thing is obvious, വളരെ വ്യക്തമായ ഒരു കാര്യം അവിടെ കാണുന്നു. that God spoke to people while they were doing their daily work. അവർ അവരുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജനങ്ങളോട് ദൈവം സംസാരിക്കുവാൻ ആരംഭിച്ചത്. Look at Moses, he was leading the sheep when God spoke to him. സത്യം പറഞ്ഞാൽ ദൈവത്തിന്റെ ദാസനായ മോശ ആടുകളെ തീറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം തന്നോട് സംസാരിച്ചത്. Out of your ordinary day God is speaking. സാധാരണമായ സാഹചര്യത്തിൽ ഒരു സാധാരണ ദിവസത്തിൽ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാൻ കഴിയും. God spoke to Gideon while he was threshing the wheat. താൻ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സന്ദേശം ഗിദെയോനെ തേടി വന്നത്. Daily work, in between that God is speaking. സാധാരണമായ തന്റെ ദൈനംദിന പ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവം സംസാരിക്കുന്നു. God is speaking to Elisha while he is plowing the field. Again an ordinary work. എലീശ ദൈവത്തിന്റെ സന്ദേശം കേട്ടത് അവൻ കാളകളെ ഉഴുതുകൊണ്ടിരിക്കുമ്പോഴാണ്. സാധാരണമായ ദൈനംദിന പ്രവൃത്തി. God is speaking to Samuel when he is getting ready to sleep, and in the ordinary schedule God spoke. ഉറങ്ങുവാൻ കിടക്കുന്ന സമയത്താണ് ശമൂവേലിനോട് ദൈവം സംസാരിച്ചത്. തന്റെ ഒരു സാധാരണ ദിവസം ദൈവം ഇടപെടുകയാണ്. God spoke to the shepherds who had the news of the Messiah while they were watching over the sheep. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ആട്ടിടയന്മാർക്ക് സന്ദേശം ലഭിച്ചത് ആടുകളെ മേയിച്ചുകൊണ്ട് അവര് വെളിപ്രദേശത്ത് കിടക്കുന്ന ഒരു സാധാരണ ദിവസമാണ്. God spoke to Joseph in the prison. Again normal day, normal operations. ഒരു സാധാരണ ദിവസം ജയിലിൽ കിടക്കുന്ന കാരാഗൃഹത്തിൽ കിടക്കുന്ന യോസഫിനോട് ദൈവം സംസാരിക്കുവാനിടയായി. A personal encounter will happen out of your ordinary day. ദൈവത്തിന്റെ കണ്ടുമുട്ടൽ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഒരു സാധാരണ ദിവസമായിരിക്കും. God will speak to you through your normal day and in your daily activities. നിങ്ങളുടെ സാധാരണ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു സാധാരണ ദിവസം ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാൻ കഴിയും. This was missing from Joshua's life. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അനുഭവം യോശുവയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. And he knew that Moses had, and that's why he could lead people. മോശയ്ക്ക് ജനത്തെ നയിക്കുവാൻ കഴിഞ്ഞത് ഇങ്ങനൊരു വ്യക്തിപരമായ ദൈവമായ ഒരു കണ്ടുമുട്ടൽ ഉണ്ടായതുകൊണ്ടാണ് മോശയ്ക്ക് സാധിച്ചതെന്ന് യോശുവയ്ക്ക് അറിയാം. In this personal encounter God calls Moses using his name. ഈ വ്യക്തിപരമായ ഒരു കണ്ടുമുട്ടൽ കടന്നപ്പോൾ ദൈവം മോശയെ വിളിച്ചിട്ട് ഒരു വലിയ നിയോഗം കൊടുത്തു. There is a hidden secret in calling out in the name. ദൈവം പേര് വിളിച്ച് പുറത്തു കൊണ്ടുവരുന്നതിനകത്തൊരു രഹസ്യമുണ്ട്. If you read the book of Isaiah chapter 43 verse 1 and 2. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചാൽ, and this is what the Bible says. നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. 43-ാം അധ്യായം 1-2 വാക്യങ്ങൾ. But now thus says the Lord, who created you, O Jacob, and he who formed you, Israel, fear not, for I have redeemed you, for I have called you by your name. You are mine. When you pass through the waters, I'll be with you, and through the rivers, they shall not overflow you. When you walk through the fire, you shall not be burned, and nor shall the flame scorch you. ഇപ്പോൾ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. I want you to know, if God calls you by your name, നിങ്ങളുടെ പേര് വിളിച്ച് ദൈവം നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ, God has separated you. ദൈവം നിങ്ങളെ ദൈവപ്രവർത്തിക്ക് മാറ്റി നിർത്തിയിരിക്കുന്നു. And the one who has been called by his name, ദൈവത്തിന്റെ നാമം വിളിച്ചിരിക്കുന്നവൻ when he goes through the water,
വെള്ളത്തിലൂടെ കടന്നുപോയാൽ the water will not drown him. ആ വെള്ളം നിങ്ങളെ മുക്കിക്കളകയില്ല. And that one same person, if goes through fire, ദൈവം വിളിച്ചു മാറ്റി നിർത്തിയ വ്യക്തി തീയിലൂടെ പോയാൽ the fire shall not burn him. ആ തീ അവരെ ദഹിപ്പിച്ചു കളയില്ല. Personal encounter allows God to call you by name. വ്യക്തിപരമായ ദൈവവുമായിട്ടുള്ള കണ്ടുമുട്ടൽ നിങ്ങളെ പേര് വിളിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി മാറ്റി നിർത്തുവാൻ കാരണമാക്കും. And God will make sure you go through every stage of your life in a powerful way. വളരെ ശക്തമായ നിലയിൽ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നിങ്ങൾ കടന്നു പോകുന്നു എന്ന് ദൈവം ഉറപ്പുവരുത്തുവാനിടയായി തീരും. When you have a personal encounter with God, the book of Exodus chapter 3 verse 5 says, God, when he called out his name, he asked Moses to take off his sandals. മൂന്നാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വ്യക്തിപരമായ ഒരു കണ്ടുമുട്ടൽ മോശയ്ക്ക് ദൈവമായിട്ട് ഉണ്ടാകുന്ന സന്ദർഭം അവിടെ വെച്ച് ദൈവം മോശയോട് ആവശ്യപ്പെടുന്നു, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക. The one who has a personal encounter with God can never lead an unholy life. ദൈവവുമായിട്ട് കണ്ടുമുട്ടിയിട്ടുള്ള ദൈവമായിട്ട് ഭേദ്യമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിക്ക് വിശുദ്ധ ജീവിതം അല്ലാതെ അശുദ്ധ ജീവിതം നയിക്കാൻ കഴിയില്ല. When he is worshiping God in his holiness, there is a holy fear in him which is mixed with awe and majesty as God pours his glory on his life. ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിക്കുമ്പോൾ, വിശുദ്ധമായ ദൈവത്തെ, വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോട് ഭയഭക്തി ബഹുമാനങ്ങൾ വർദ്ധിക്കുകയും അങ്ങനെ ദൈവത്തെ ആരാധിപ്പാൻ നമുക്കിടയാകുകയും ചെയ്യും. There is something special about the presence of God which will make you and drive into holiness. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം വിശുദ്ധിയിലേക്ക് നിങ്ങളെ നയിക്കുകയും ദൈവത്തോട് ചേർന്നിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. There is something about the presence of God that will make you stand in awe of his glory and majesty. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുവാൻ സാധ്യമാക്കി തരുന്ന വസ്തുതയാണ്. There is something special about the presence of God which will make you smaller, not even like an ant, smaller than an ant. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളെ ഏറ്റവും ചെറുതാക്കും, ഉറുമ്പിനേക്കാൾ ചെറുതാക്കും. അതാണ് ദൈവ സാന്നിധ്യത്തിന്റെ പ്രത്യേകത. The presence of God will overflow through your life into all the areas of your life. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ആകമാനം കവിഞ്ഞൊഴുകയും എല്ലാ മേഖലയിലേക്കും അത് എത്തിച്ചേരുകയും ചെയ്യും. And this is what God says, when you are filled with the Spirit, out of your belly shall flow the living waters. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിന്റെ ആ വചനം പറയുന്നു, നിങ്ങളുടെ ഉദരത്തിൽ നിന്ന് അകത്തു നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകുവാനിടയാകും. Living waters will flow out of you through the personal encounter with God. ദൈവവുമായിട്ട് ഭേദ്യമായ ബന്ധമുണ്ടാകുമ്പോഴാണ് ജീവജലത്തിന്റെ നദികൾ നിന്നിൽ നിന്ന് ഒഴുകുവാനിടയാകുന്നത്. Where things are dead, where things are lying normal, God's presence will flow through it. എല്ലാം നാശമാണെന്നും എല്ലാം ചത്തുപോയെന്നും സാധാരണമാണെന്നും പറയുമ്പോൾ അതിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ശക്തിയോടെ വ്യാപരിപ്പാൻ ദൈവത്തിനിടയാകും. When the presence of God will flow through you, the divine healing of the Lord, the healing of the Lord will flow through you. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ ഇറങ്ങി വരുമ്പോൾ രോഗശാന്തി ദൈവത്തിൽ നിന്ന് നിങ്ങളിലേക്ക് ഇറങ്ങുവാനിടയാകും. When the presence of God will flow through you, no mountain will be like a challenge for you. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു മഹാപർവ്വതവും ഒരു വെല്ലുവിളിയാകയില്ലെന്നറിയുക. And Joshua understood he needed the personal encounter. യോശുവയ്ക്ക് തിരിച്ചറിവുണ്ടായി, എനിക്ക് ദൈവമായിട്ട് വ്യക്തിപരമായ ഒരു കണ്ടുമുട്ടൽ ആവശ്യമാണ്. Listen, when God spoke to Moses, മോശയോട് ദൈവം സംസാരിച്ചപ്പോൾ he assured couple of things. ചില കാര്യങ്ങൾ ദൈവം ഉറപ്പ് നൽകുവാനിടയായി. He said, I've seen the oppression of people. ദൈവം പറഞ്ഞു, ഞാൻ എന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടിട്ടുണ്ട്. I have heard their cries. ഞാൻ എന്റെ ജനത്തിന്റെ കണ്ണീര് കണ്ടിട്ടുണ്ട്. I will deliver them. ഞാൻ എന്റെ ജനത്തെ വിടുവിക്കും. I will make you a mouthpiece. ഞാൻ നിന്നെ എന്റെ സന്ദേശവാഹകനാക്കും. Even though you are ineligible, നിനക്ക് കഴിവില്ലെങ്കിലും, even though you do not have the capacity, നിനക്ക് സംസാരിക്കാനുള്ള ശക്തിയില്ലെങ്കിലും, even though you are not qualified, നിനക്ക് യോഗ്യതയില്ലെങ്കിലും, but God is saying He's going to make you a mouthpiece. ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ എന്റെ വായാക്കി നിർത്തും. I will make you a spectacle. ഞാൻ നിന്നെ മറ്റുള്ളവർക്ക് അത്ഭുതകരമാക്കി നിർത്തും. You will conquer. നീ മറ്റുള്ളതിനെ കീഴടക്കും. And Joshua knew he needed a personal encounter. അതുകൊണ്ടാണ് യോശുവയ്ക്ക് മനസ്സിലായത് വ്യക്തിപരമായി ദൈവത്തോടൊരു കണ്ടുമുട്ടൽ ആവശ്യമാണെന്ന്. He felt pointless, number one, because he saw that expectation was great. ഒന്നാമത്
എല്ലാം വ്യർത്ഥമാണെന്ന് യോശുവ ചിന്തിക്കാൻ കാരണം ജനത്തിന്റെ മുമ്പിൽ തന്നെ കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളുടെ ഭാരം. He felt pointless second because there was no personal encounter. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം വ്യക്തിപരമായി തനിക്ക് ദൈവവുമായി ഒരു ബന്ധമില്ല എന്ന പ്രശ്നമാണ് തന്നെ വ്യർത്ഥതയിലേക്ക് എന്ന ചിന്തയിലേക്ക് നയിച്ചത്. Third, he felt pointless because he compared himself with Moses and saw he could fail. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം മോശയുമായി യോശുവ താരതമ്യം ചെയ്തിട്ട് ഇങ്ങനെ ചിന്തിച്ചു, എന്റെ ജോലിയിൽ ഞാൻ പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. We all know the story what happened with Moses and why he could not go to the promised land. എന്തുകൊണ്ടാണ് മോശയ്ക്ക് കനാൻ നാട്ടിലേക്ക് പോകുവാൻ കഴിയാതെ പോയത് എന്നതിനെ കുറിച്ചുള്ള ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. From the book of Numbers chapter 20 10 to 11, God talks about the sin at Meribah. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മെരീബയിൽ വെച്ചുണ്ടായ കലഹത്തെ കുറിച്ച് നാം വായിക്കുന്നു. 3 reasons that God saw there. അവിടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവം കാണുകയാണ്. He was told to speak but he struck the rock. ദൈവം മോശയോട് പറഞ്ഞു, നീ പാറയോട് കൽപ്പിക്കുക. മോശ പാറയെ അടിക്കുവാനിടയായി. And as a leader, Moses, then the language that he uses in verse number 10 is also very difficult to read. സത്യം പറഞ്ഞാൽ അവിടെ മോശ ഉപയോഗിക്കുന്ന ഒരു ഭാഷ 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് പറയാൻ കഴിയാത്ത, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയാണ്. He says here, now you rebels, must we bring the water out for you? അവിടെ വെച്ച് മോശ ജനത്തോട് ചോദിക്കുകയാണ്, ജനം കലഹിക്കുമ്പോൾ ഞാൻ ജനത്തിന് വേണ്ടി വെള്ളം കൊണ്ടുവരണമോ എന്ന് ചോദിക്കുന്ന മോശയെ കാണുന്നു. Even the meekest man could lose his anger over children of Israel. സത്യം പറഞ്ഞാൽ ജനത്തിന്റെ മധ്യത്തിൽ ഏറ്റവും എളിമയായ ഈ മോശയ്ക്ക് പോലും ജനത്തിന്റെ കലഹത്തിന് മുമ്പിൽ തന്റെ കൺട്രോൾ നഷ്ടപ്പെടുകയാണ്. And when he compared, he saw that he could also fail. അപ്പോൾ മോശയുടെ പരാജയം തിരിച്ചറിയുന്ന യോശുവ ഒരു കാര്യം മനസ്സിലാക്കി, എനിക്ക് പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. And then verse number 12 points out that the people, Moses did not believe in God and he did not lift up the name of the Lord at that place. നാം ഇവിടെ വായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, മോശയ്ക്ക് ദൈവത്തെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ജനത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ മഹത്വത്തെ പ്രദർശിപ്പിക്കുവാൻ മോശയ്ക്ക് കഴിയാതെ പോയി. He felt pointless, he will fail as a leader. അതുകൊണ്ട് തന്നെയാണ് യോശുവ ചിന്തിക്കുന്നത്, ഞാൻ പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. മോശ പോലും പരാജയപ്പെട്ടില്ലേ? Sometimes in my own life I feel that I'm going to fail. പല സമയത്തും എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാൻ തോറ്റു പോകാൻ സാധ്യതയുണ്ട്. Sometimes I feel that I'm not going to make it. ഞാൻ ചിലപ്പോൾ ചിന്തിക്കുന്നു, എനിക്ക് ഒരിക്കലും അത് നേടിയെടുക്കാൻ കഴിയില്ല. Sometimes I feel that it is too high to achieve. ചില സമയത്ത് ചിന്തിക്കുന്നു, നേടിയെടുക്കാൻ കഴിയുന്നതിന് അപ്പുറത്താണ് പലതും. Sometimes my sickness makes me feel I will never overcome. ചില സമയത്ത് ഞാൻ ചിന്തിക്കുന്നു, എന്റെ ശരീരത്തിലെ രോഗം ഒരിക്കലും മാറില്ല, എന്നെ അത് തകർത്തെറിയും. In the same way Joshua felt that he is not going to last. അതേ അവസ്ഥയിൽ തന്നെ യോശുവ ചിന്തിക്കുകയാണ്, ഞാനും ഒരിക്കലും ജയിക്കില്ല, തോറ്റുപോകാൻ സാധ്യതയുണ്ട്. He felt that he is going to fail as a leader. യോശുവ ചിന്തിക്കുന്നത്, ഒരു നായകൻ എന്ന നിലയിൽ ഞാൻ തോറ്റുപോകുമെന്നാണ്. That's when the next book starts, the book of Joshua, chapter number 1. അവിടെ വെച്ചാണ് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം ആരംഭിക്കുന്നത്. The Lord literally took me through that feeling how Joshua felt as the new book starts. യോശുവയുടെ പുസ്തകം ആരംഭിക്കുമ്പോൾ യോശുവ കടന്നുപോയ തന്റെ മാനസിക നിലവാരത്തിന്റെ ആ അവസ്ഥയിലൂടെ എന്നെയും ഒന്ന് ദൈവം കടത്തിവിടുവാനിടയായി. A man who is so much disturbed with so many things that he is looking forward in life. മാനസികമായി ഒരുപാട് സംഘർഷമുള്ള ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രം നമ്മോട് കാണുന്നു. The first thing that happens and that what God does in his life, തന്റെ ജീവിതത്തിൽ ഒന്നാമത് ദൈവം ചെയ്യുന്ന ഒരു കാര്യം, it is not pointless to wait on the Lord. ദൈവത്തെ കാത്തിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും വൃഥാമാണെന്ന് ചിന്തിക്കരുത്. Because you're going to hear his voice in a personal way. കാരണം ദൈവത്തെ കാത്തിരുന്നാൽ വ്യക്തിപരമായി നിനക്ക് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയും. The book of Joshua chapter 1 and 2 talks about how God starts speaking to him. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യത്തിൽ ദൈവം യോശുവയോട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് നാം വായിക്കുന്നു. We know from the life of Joshua many times he had waited upon the Lord. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുപാട് സമയം കാത്തിരുന്നിട്ടുള്ള വ്യക്തിയാണ് യോശുവ എന്ന് തന്നെ ചരിത്രം നമ്മെ ഓർപ്പിക്കുന്നു. Many times, multiple times in the Bible, in Deuteronomy, Numbers, you see this man waiting. സംഖ്യാപുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും പല പ്രാവശ്യം ദൈവത്തിൽ നിന്ന് കേൾക്കേണ്ടതിന് കാത്തിരുന്ന വ്യക്തിയാണ് യോശുവ. And before God talks to him, verse number 10
does not happen where he is talking to his people. സത്യം പറഞ്ഞാൽ യോശുവയോട് ദൈവം സംസാരിക്കുന്നതിന് മുൻപ് ഒരിക്കൽ പോലും യോശുവ ജനത്തോട് സംസാരിക്കാൻ ഇടയാകുന്നില്ല. 10-ാം വാക്യം നാം ശ്രദ്ധിക്കണം. Children of God, it is better to wait and hear from the Lord before you talk to certain people. ജനത്തോട് സംസാരിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായി ദൈവമക്കൾ കാത്തിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. And I also want you to remind it's not pointless to wait. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് ഒരിക്കലും വൃഥാവല്ല. In the book of Exodus chapter 24:13-18, you see Joshua waiting. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 13 മുതൽ നമ്മൾ വായിക്കുമ്പോൾ യോശുവ കേൾക്കുവാനായി കാത്തിരിക്കുകയാണ്. In the book of Exodus chapter 32:15-19, you see again Joshua waiting. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 13 മുതൽ നമ്മൾ വായിക്കുമ്പോൾ യോശുവ കാത്തിരിക്കുകയാണ് ദൈവത്തിന് വേണ്ടി. In the book of Exodus chapter 33:11, again Joshua is waiting. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു യോശുവ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. And this is what the 33 verse number 11 says. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. So the Lord spoke to Moses face to face, as a man speaks to his friend. But he would return to the camp, but his servant Joshua, the son of Nun, a young man, did not depart from the tabernacle. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു. Listen, all great leadership does not start from the stage. ഏത് വലിയ നേതൃത്വവും ആരംഭിക്കുന്നത് വലിയ വേദികളിൽ നിന്നല്ല. It all starts from smaller places. വലിയ കർത്തൃദാസന്മാരൊക്കെ ആരംഭിച്ചത് ചെറിയ ചെറിയ ആരംഭത്തിൽ നിന്നാണ്. It all starts from the backstage. അതെല്ലാം ആരംഭിച്ചത് സ്റ്റേജിന് പിന്നാമ്പുറത്ത് നിന്നാണ്. It starts from the pews. അത് പലപ്പോഴും ആരംഭിച്ചത് ജനങ്ങളുടെ കൂടെ ഒരു സാധാരണക്കാരനായി ഇരുന്നിട്ടാണ്. It starts with humble beginnings. അത് ചെറിയ എളിമയുള്ള ആരംഭമാണ്. And people do not care about it. അവരെ കുറിച്ച് പലപ്പോഴും അതിനെ കുറിച്ച് ആളുകൾ വലിയ കാര്യം പറയാറില്ല. But the waiting on the Lord in these roles, in these places is very important. സാധാരണമായ നിലയിൽ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്, ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഓർക്കണം. If you want God to use you in a mighty way, wait on him. ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. There is the encounter of Moses, yes, but there is an encounter of Joshua. മോശ ദൈവമായിട്ട് ഒരു കണ്ടുമുട്ടൽ നടത്തിയെന്ന് സത്യമാണ്. അതുപോലെ തന്നെ യോശുവയ്ക്കും ദൈവമായ ഒരു കണ്ടുമുട്ടൽ ഉണ്ടായി. If you're waiting on the Holy Spirit to fill you, there is a time when the Spirit of God will overflow you. പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കുവാൻ നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കാൻ ഒരു സമയമുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. You might be waiting for a door to be open. Wait on the Lord. The door will open. ഒരു വഴി തുറക്കാൻ നിങ്ങൾ കാത്തിരിക്കുകയായിരിക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. You might be waiting for a way to open, for problems to be solved. Wait on the Lord. The door will open. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് കാണാൻ ഒരു വഴിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയായിരിക്കുക. ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. പ്രശ്ന പരിഹാരത്തിന് ദൈവം ഒരു വഴി തുറക്കാതിരിക്കില്ല. It is not pointless to wait in the presence of the Lord. ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് ഒരിക്കലും വൃഥാവല്ല എന്ന് നിങ്ങൾ അറിയണം. It is never pointless to pray in the presence of the Lord. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും വൃഥാവല്ല. And Joshua understood that, and God started talking to him. യോശുവ അത് മനസ്സിലാക്കി ദൈവം യോശുവയോട് സംസാരിക്കുവാൻ ആരംഭിക്കുകയാണ്. And he starts saying to him, just like my Moses, the servant, I'm going to use you. യോശുവയോട് ദൈവം അതിനുശേഷം പറയുകയാണ്, എന്റെ ദാസനായ മോശയെ ഞാൻ ഉപയോഗിച്ചതുപോലെ യോശുവേ നിന്നെയും ഞാൻ ഉപയോഗിക്കാൻ പോകുകയാണ്. And he instructs him, now therefore arise, go to Jordan, you and all these people, to the land which I'm giving to them, the children of Israel. ദൈവം യോശുവയോട് പിന്നീട് പറയുന്നു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുമെന്ന് ദേശത്തേക്ക് കടന്നു പോകുവീൻ. It all started by waiting in the presence of God. ഇതെല്ലാം ആരംഭിച്ചത് ദൈവസന്നിധിയിൽ ശാന്തമായി യോശുവ കാത്തിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. Many times our generation is so fast, technology is so fast, nobody wants to wait, and it has to be quick. നാം ഈ പാർക്കുന്ന ഈ കാലഘട്ടത്തിന്റെ തലമുറയുടെ പ്രത്യേകത എല്ലാം പെട്ടെന്ന് നടക്കണമെന്നാണ്. ടെക്നോളജി
ടെക്നോളജി, സാങ്കേതിക വിദ്യ വളരെ ചടുലതയുള്ളതാണ്. സാഹചര്യങ്ങളെല്ലാം ചടുലമായി മാറിക്കൊണ്ടിരിക്കുന്നു. കാത്തിരിക്കാൻ ആരും തയ്യാറല്ല. Remember, God is not waiting for me, I am waiting for him. ഒരിക്കലും ദൈവം നമുക്ക് വേണ്ടി അല്ല കാത്തിരിക്കുന്നത്, നാം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം. Wait on the Lord, be of good courage, and God is going to open doors. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ദൈവം വഴി തുറക്കുമെന്നറിയണം. The second thing that God reminds him is, രണ്ടാമത് യോശുവയോട് ദൈവം ഓർപ്പിക്കുന്നത്, it is not pointless to be faithful. ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരിക്കുന്നത് ഒരിക്കലും വൃഥാവായ കാര്യമല്ല. Faithful in small or little roles, ദൈവസന്നിധിയിൽ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തമായിരുന്നാൽ, because God is going to enlarge your territory. നിങ്ങളുടെ മേഖലകളെ ദൈവം വിശാലമാക്കി മാറ്റും. Luke chapter 16 verse 10 talks about this. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 10-ാം വാക്യം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. And Jesus says that you being faithful in little, you will be made in charge of greater things. അവിടെ കർത്താവായ യേശുക്രിസ്തു പറയുന്ന വാചകം ഇങ്ങനെയാണ്, നീ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. What happens when you are faithful in small things? നിങ്ങൾ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നാൽ എന്ത് സംഭവിക്കുന്നു? God counts you as faithful, ദൈവം നിങ്ങളെ വിശ്വസ്തനെന്ന് എണ്ണുന്നു. and he seasons you and experiences you, ദൈവം നിങ്ങളെ അനുഭവമുള്ളവനാക്കും, ദൈവം നിങ്ങളെ പണിതെടുക്കുവാനിടയാക്കും. so that you can handle bigger load, അങ്ങനെ വരുമ്പോൾ വലിയ കാര്യങ്ങളെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തി ഉണ്ടാകും. so that you can handle greater responsibility. വലിയ ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടാകും. God will train you for that. ദൈവം നിങ്ങളെ അതിനുവേണ്ടി പരിശീലിപ്പിക്കുമെന്നറിയണം. So God first answers him, it is not pointless to wait. ഒന്നാമത് യോശുവയോട് ദൈവം പറയുന്നു, ദൈവത്തെ കാത്തിരിക്കുന്നത് വൃഥാവല്ല. Number 2, it's not pointless to be faithful. രണ്ടാമത് ദൈവം യോശുവയോട് പറയുന്നു, വിശ്വസ്തനായിരിക്കുന്നത് വൃഥാവായ കാര്യമല്ല. But the third and the most important thing is, എന്നാൽ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, it is not really pointless to look at mountains. മലകളെ, വലിയ പർവ്വതങ്ങളെ നോക്കുന്നത് വൃഥാവായ ഒരു കാര്യമല്ല. When you are standing in a valley to look at a mountain, it is not pointless. നിങ്ങൾ ഒരു താഴ്വരയിൽ നിന്നിട്ട് ഒരു പർവ്വതത്തിന് മുകളിലേക്ക് നിങ്ങൾ കണ്ണുയർത്തി നോക്കുന്നത് വൃഥാവായ ഒരു കാര്യമല്ല. Why is it not pointless? എന്തുകൊണ്ടാണ് അങ്ങനെ വൃഥാവല്ലെന്ന് പറയുന്നതിന്റെ കാരണം? And God says to Joshua, there is an authority that is placed on your life. ദൈവം യോശുവയോട് പറഞ്ഞു, യോശുവേ, നിന്റെ മേൽ ഞാൻ ഒരു അധികാരം തന്നിട്ടുണ്ട്. Verse number 3 says, every place you stand, where your feet will touch, it will become yours. മൂന്നാം വാക്യത്തിൽ ദൈവം യോശുവയോട് പറയുന്നു, നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. Verse number 5 says, no man shall be able to stand before you. ആറാം വാക്യത്തിൽ ദൈവം പറയുന്നു, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഒരു മനുഷ്യനും നിന്റെ മുമ്പിൽ നിൽക്കുവാനിടയാകയില്ല. It's not pointless to look at mountains. വലിയ പർവ്വതങ്ങളെ നോക്കുമ്പോൾ അതൊരിക്കലും വൃഥാവാണെന്ന് ചിന്തിക്കരുത്. It's not pointless to look at challenges. വലിയ വെല്ലുവിളികളെ നോക്കി നിങ്ങൾ ധൈര്യപ്പെടുന്നത് ഒരു വൃഥാവായ കാര്യമല്ല. It's not pointless to look at things that make you fearful. നിങ്ങളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളെ ധീരതയോടെ നോക്കുന്നത് വൃഥാവായ കാര്യമല്ല. As soon as a child of God self-realizes there is a power and an authority that placed on his life. ദൈവത്തിന്റെ ഓരോ ഭക്തന്മാരും നമ്മുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകവും അധികാരവും ദൈവം തന്നിട്ടുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ അതൊരു വലിയ കാര്യമാണെന്ന് അറിയണം. And then the greater things will happen. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ നിങ്ങളിലൂടെ നടക്കുന്നത്. And then mighty things will happen. വലിയ സംഭവങ്ങൾ, അത്ഭുതങ്ങൾ നിങ്ങളിലൂടെ നടക്കുവാനിടയാകും. The impossible will become possible. അസാധ്യങ്ങൾ സാധ്യമായി തീരും. And Joshua realized that. ആ കാര്യം യോശുവ മനസ്സിലാക്കുവാനിടയായി. I like to quote from my own experience one thing that I learned. I've shared before, but the Lord had instructed me to remind and share my experience. എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം കർത്താവിന്റെ സന്നിധിയിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇതിനു മുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രാവശ്യം കൂടെ ദൈവാത്മാവ് നിയോഗിച്ചത് കൊണ്ട് പറയട്ടെ. In 2012, while I was working for an airline, Virgin Atlantic, 2012 വെർജിൻ അറ്റ്ലാന്റിക് എന്ന് പറയുന്ന ഒരു എയർലൈനു വേണ്ടി ജോലി ചെയ്യുമ്പോൾ, working for the Virgin Atlantic, you're working at the airport, and you know there is a huddle that happens every day. അവിടെ ഞാൻ എയർപോർട്ടിൽ ജോലി ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഒരുപാട് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. And you see that they talk about what how many planes are going, if there is a fall, how many passengers, is anyone special traveling today, all that is shared. അവിടെയുള്ള ആ ഒരു ഒരുമിച്ച് കൂടി ഇരിക്കുമ്പോൾ ആരെങ്കിലും പ്രധാനപ്പെട്ട ആളുകൾ ആരെങ്കിലും അന്നതിലൂടെ യാത്ര ചെയ്യുന്നുണ്ടോ,
ആ പ്ലെയിൻ ലേറ്റ് ആണോ, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത് അന്ന് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ അവര് സംസാരിക്കാറുണ്ട്. And on that day, the first time I heard a word called Queen's Messenger. അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആദ്യമായി എന്റെ ജീവിതത്തിൽ ഒരു വാക്ക് ഞാൻ കേട്ടത്, ക്യൂൻസ് മെസഞ്ചർ, രാജ്ഞിയുടെ സന്ദേശവാഹകൻ. And the manager was saying that this guy does not have his name on the boarding pass. He's very special. He will go in through the security without no problem. He will actually go down to the plane. He will close the cabin of the luggage, and then he will come down. Last passenger, he would be the one going inside. അവിടെ മാനേജർ ഇങ്ങനെ പറയുവാനിടയായി, ഇദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ ബോർഡിംഗ് പാസ് ഇല്ല, ഒരു സെക്യൂരിറ്റി ചെക്കും ഇല്ല, അദ്ദേഹത്തിന്റെ ലഗേജ് ഒക്കെ പ്ലെയിന്റെ താഴെ കൊണ്ടുപോയി അദ്ദേഹത്തിന് വെച്ച് ആ വാതിൽ അദ്ദേഹത്തിന് അടയ്ക്കാൻ, പ്ലെയിനിൽ കയറുവാൻ പോകുന്ന അവസാനത്തെ പാസഞ്ചർ അദ്ദേഹമായിരിക്കും. ഈ വിശദീകരണങ്ങളെല്ലാം മാനേജറിന് നൽകുവാനിടയായി. I was very excited and very seeing that and hearing that, I decided that I will walk that man through the security and just escort him. ഞാൻ വിചാരിച്ചു, ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനാകെ എക്സൈറ്റഡ് ആയി, ആ മനുഷ്യന്റെ കൂടെ സെക്യൂരിറ്റി ചെക്കിനോട് ഒരുമിച്ച് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ട സമയത്ത് അദ്ദേഹത്തോടു കൂടെ നടക്കുവാൻ ഞാൻ തീരുമാനിക്കുകയുണ്ടായി. One of the roles in the responsibility is to escort people who are of high profile, actors, sportsmen. You have to escort them time to time. I decided and I told my manager, I want to take him. അദ്ദേഹത്തെ ആ സമയത്ത് ഞാൻ ഇവിടെ ജോലി ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ ഒരു ഉത്തരവാദിത്തമായിരുന്നു, വളരെയധികം ഹൈ പ്രൊഫൈൽ ഉള്ള ആളുകളൊക്കെ വരുമ്പോൾ അവരെ എസ്കോർട്ട് ചെയ്തിട്ട് പ്ലെയിനിലേക്ക് കൊണ്ടുപോകുന്ന പതിവുണ്ട്. ഇദ്ദേഹത്തെ കുറിച്ച്, ക്യൂൻസ് മെസഞ്ചറിനെ കുറിച്ച് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു മാനേജരോട്, അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ പോയിക്കൊള്ളാം. I looked at this man. He resembles in a very different way. His tie is full of all the crowns, and you recognize that he is directly reporting to the queen. അദ്ദേഹത്തെ ഞാൻ കണ്ടപ്പോൾ തന്നെ വളരെ വിചിത്രമായ മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം ധരിച്ചിരുന്ന ടൈയിൽ കിരീടത്തിന്റെ ഒരുപാട് പിക്ചറുകളുണ്ട്. ക്യൂനുമായിട്ട് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി. He is taking his bags, his baggage, whatever is the gift for the queen, any kind of thing that he had to bring in, he is allowed to take it through security. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് ബാഗേജ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ക്യൂന് കൊടുക്കുവാനായി തന്റെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന സകല സമ്മാനങ്ങളും ഒരു തടസ്സവും കൂടാതെ സെക്യൂരിറ്റി കടത്തിക്കൊണ്ട് പോകുവാനുള്ള സകല സ്വാതന്ത്ര്യവും ഈ മനുഷ്യനുണ്ട്. One of the responsibilities to make sure whatever thing that he has to take to the queen, he has seen it, and he makes sure the plane's cabin door closes, and he is sure that he is the last one getting into the plane. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിന്റെ പ്രകാരം ഈ രാജ്ഞിക്ക് കൊടുക്കുവാൻ തന്റെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന സകല സമ്മാനങ്ങളും ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ പ്ലെയിനിൽ എത്തിക്കുകയും അതവിടെ വെച്ചതിന് ശേഷം അതിന്റെ ഡോർ അടച്ച് അവസാനത്തെ യാത്രക്കാരനായി പ്ലെയിനിൽ പ്രവേശിക്കുവാനുള്ള സകല റൈറ്റും അവകാശവും അധികാരവും അദ്ദേഹത്തിനുണ്ട്. As I was walking with him and he comes to the security, the TSA guy looks at his boarding pass. He doesn't even have a passport. The name only written, Queen's Messenger. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ വന്ന് TSA ചെക്കിന്റെ അടുത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ പാസ്പോർട്ടുമില്ല, പോലുമില്ല, ഒരു ബോഡി പാസ് ഉണ്ട്. അതിനകത്ത് ഇത്ര മാത്രമേ എഴുതിയിട്ടുള്ളൂ, ക്യൂൻസ് മെസഞ്ചർ, പേര് പോലും എഴുതിയിട്ടില്ല. He goes inside and the security allows him, looking at him. He doesn't bother and he goes and keeps going out. അദ്ദേഹം ആരുടെ മുഖത്ത് നോക്കുന്നില്ല, ആളുകളൊക്കെ അദ്ദേഹത്തെ നോക്കുന്നുണ്ട്. അദ്ദേഹം വളരെ സ്വതന്ത്രനായിട്ട് സെക്യൂരിറ്റി ചെക്കൊക്കെ വളരെ സ്വാതന്ത്ര്യത്തോടെ കടന്നു പോകുകയാണ്. Coming on the jet bridge, he is then going down the stairs to the ground, and where he is taking the bags and everything and putting that in the plane. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ, ആ ബാഗേജ് എല്ലാം എടുത്തുകൊണ്ട് അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് എത്തുകയും പ്ലെയിനിന്റെ അടുത്ത് ചെന്ന് തന്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം അതിനകത്തേക്ക് എടുത്തു വെക്കുകയും ചെയ്തു. And then he comes upstairs and back to the jet bridge, gets into the door of the aircraft, and the door closes. അവസാനം അദ്ദേഹം തിരിച്ച് മടങ്ങി വരികയും അദ്ദേഹം പ്ലെയിനിൽ പ്രവേശിക്കുകയും ഡോർ ക്ലോസ് ചെയ്യുകയും ചെയ്തു. I was literally blown away with how this man was going through in the most secure place without any kind of interruption. ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഏറ്റവും അധികം സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു എയർപോർട്ടിൽ ഇത്ര സ്വാതന്ത്ര്യത്തോടു കൂടെ ഒരു മനുഷ്യൻ എങ്ങനെ കടന്നു പോകാൻ കഴിയുമെന്നത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുവാനിടയായി. And as I came back, walking back to the office, in my heart I'm very rejoicing. Queen's Messenger, I saw him.
ഞാൻ എന്റെ ഓഫീസിലേക്ക് ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് മടങ്ങി വരുമ്പോൾ എന്റെ ഹൃദയത്തിന് വലിയ സന്തോഷം തോന്നി. ഞാൻ ക്യൂൻസ് മെസ്സഞ്ചറിനെ കാണുവാനിടയായല്ലോ. A feeble voice in my heart spoke like this. ആ സമയത്ത് എന്റെ ഹൃദയത്തിൽ വളരെ ശാന്തമായ ഒരു സന്ദേശം എന്നോട് സംസാരിക്കുവാനിടയായി. If this man reports to the queen, ഈ മനുഷ്യൻ രാജ്ഞിയോട് തന്നെ നേരിട്ട് ഇടപെട്ട് സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, the question comes in, who do you report to? എന്റെ ഉള്ളിലേക്ക് വന്ന ചോദ്യം ഇതാണ്, നീ ആരോടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? And in my heart there was a power of God that was released as a recall who I report to. ആ ഒരു ശബ്ദം എന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ ദൈവത്തിന്റെ ശക്തി എന്റെ മേൽ വ്യാപരിച്ചു. ഞാൻ ആരോടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന കാര്യം എന്റെ ഉള്ളിൽ വന്നു. Child of God, you report to the King of Kings. ദൈവ പൈതലേ, നിങ്ങൾ അറിയണം, രാജാധി രാജാവിനോട് റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങൾ. You are reporting to the Lord of Lords. കർത്താധി കർത്താവിനോട് റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങൾ. There is no mountain that can stand before you. നിങ്ങൾക്കെതിരെ നിൽക്കാൻ ഒരു പർവ്വതത്തിന് സാധ്യമല്ല. When you use the authority of your life, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഈ അധികാരം ഉപയോഗിക്കുമ്പോൾ the doors will open. വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. The demonic power realizes that. പൈശാചിക ശക്തികൾ അത് തിരിച്ചറിയാനിടയാകും. The doors will open wide. നിങ്ങൾക്ക് വേണ്ടി വിശാലമായ വാതിലുകൾ തുറക്കും. It is not pointless. നിങ്ങൾ അറിയുക, ഇതൊന്നും വൃഥാവായ കാര്യമല്ല. It is not pointless to wait on the Lord. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് വൃഥാവല്ല. It is not pointless to be faithful. ദൈവസന്നിധിയിൽ വിശ്വസ്തമായിരിക്കുന്നത് വൃഥാവല്ല. And it is not pointless to use the authority. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ അധികാരം ഉപയോഗിക്കുന്നത് വൃഥാവായ കാര്യമല്ല. God may bless you with these words. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you. Thank you.